സാധാരണ പെണ്ണിന് വേണ്ടിയാണല്ലോ അടി ഉണ്ടാക്കുന്നത്, നായകനും വില്ലനും കൂടെ. ഇത് ഏലിയന് വേണ്ടി. ഏലിയന് വേണ്ടി. ലൈഫിൽ തോൽവിയായിട്ടിരിക്കുന്ന ഒരുത്തിന് ഒരു ഏലിയനെ ക്രാഷ് ലാൻഡ് ചെയ്ത് അവൻ്റെ ലൈഫിലോട്ട് കയറി വരും. അൽതാഫ് ഖേനെ ആദ്യമേ നമുക്കൊരു മനസ്സിൽ കിട്ടിയായിരുന്നു, മലയാളത്തിലെ ആക്ടേഴ്സിൽ ആർക്കാണ് ഇത് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ പിന്നീട് നമ്മൾ അൽതാഫ് ഖേ എങ്ങനെ ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാം എന്ന രീതിയിലാണ് നമ്മൾ നോക്കിയത്. വേറെ മനുഷ്യ രൂപത്തിലുള്ള ഏലിയൻ ഒന്നും ഇല്ല നമുക്ക് റെഫറൻസ് എടുക്കാൻ. അൽത്താഫായിട്ട് ഉള്ളൊരു രീതിയിലല്ല ഇതിനകത്ത് പകുതിയോളം ഉള്ളത്. കേരളത്തിലൊരു ഏലിയൻ വരുമ്പോൾ അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടെയാണല്ലോ ആൽക്കഹോൾ. എല്ലാ 2 വർഷം കൂടുമ്പോഴും ഓരോ പുതിയ അങ്ങനെയല്ല. നാച്ചുറലി എനിക്ക് അങ്ങനെ അധികം ഒരു സാധനം അങ്ങനെ അഫക്റ്റ് ചെയ്യാറില്ല. വിക്കി എന്ന് പറയുന്ന നീരജിന്റെ ക്യാരക്ടറും ടൈഗറിനും ഒരേ ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാണ് നിങ്ങളുടെ ഈ കഥയുടെ ഒരു track. ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ സംവിധായകൻ ആദിത്യനൊപ്പം സ്റ്റാർ കാസ്റ്റ് അൽതാഫ് സലീം, നീരജ് മാധവ്, അജു വർഗീസ്. നമസ്കാരം, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. നമ്മൾ ഈ ടീമപ്പിൻ്റെ കാര്യത്തെ പറ്റിയാണ് ആദ്യം ചോദിക്കാനുള്ളത്. വടക്കൻ സെൽഫിയിൽ തുടങ്ങുന്ന നിങ്ങളുടെ ടീമപ്പ് നമ്മൾ ലാസ്റ്റ് കണ്ട് സംസാരിച്ചത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ സമയത്തായിരുന്നു. അതിനുശേഷം പ്ലൂട്ടോ വരുന്നു. അതുപോലെ ഈ അൽത്താഫും ചേട്ടനും ഇപ്പോൾ സർവം മായ്ക്ക് ശേഷം ടീമപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആദ്യത്തെ സിനിമയിൽ നീരജ് ഒരു ക്യാമിയോ പ്രസൻസ് ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു പല യൂണിവേഴ്സിലുള്ള ഒരു മൾട്ടിവേഴ്സ് പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ പ്ലൂട്ടോന്. ആദിത്യനെ ആക്ച്വലി അജിച്ചേട്ടനും അൽത്താഫിനും മുന്നേ പരിചയമുണ്ടോ? പ്ലൂട്ടോ വർക്കിന് മുന്നേ? അതെ അതെ, കുറച്ച് വർഷങ്ങൾ മുന്നേ ആദ്യത്തെ സിനിമയുടെ ഒരു പ്ലാനായിട്ട് ആദ്യം വന്ന് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനിമയല്ല അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമയായിട്ട് വന്നത്, പക്ഷെ പിന്നെ പ്ലൂട്ടോയുടെ സമയത്താണ് പിന്നെ ഇന്ററാക്ട് ചെയ്തത്. പുള്ളി ആക്ടറുമാണ്. അതെ, ഹൃദയത്തിലല്ലേ. ഈ സ്റ്റാർട്ട് ഉണ്ടല്ലോ, ഇപ്പൊ നീരജേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റൈറ്റർ നിയാസ് നിങ്ങൾ കോറൈറ്റ് ചെയ്യുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു വേറൊരു പ്രൊജക്റ്റിന്. അതിനുശേഷം പ്ലൂട്ടോയിലേക്ക് ഒരു പ്രൊജക്ട് ഡിസൈൻ എന്നൊക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു ആ പോയിന്റിൽ നിന്ന് ഒരു പ്രൊജക്ട് ഡിസൈനിലേക്ക് വരുന്നത്? ഞാൻ എൻ്റെ ഒരു തിരക്കഥ കൂടെ എഴുതാൻ വേണ്ടിയിട്ട് നിയാസ് ഞങ്ങൾ ഒരുമിച്ചത്. ആക്ച്വലി നിയാസ് വേറൊരു സിനിമയുടെ കഥ പറയാൻ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കഥ പറച്ചിൽ ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ പോയിരുന്ന വേറൊരു സബ്ജക്റ്റ് എഴുതാൻ വേണ്ടി ഞാൻ ആളെ വിളിച്ചിരുത്തി. പക്ഷെ അത് കുറച്ച് വലിയ പടമായിരുന്നു. ഇൻഫാക്ട് ആ പടം ഡയറക്റ്റ് ചെയ്യാൻ ആദ്യത്തിനെ ആയിട്ട് നമ്മൾ ഡിസ്കഷൻ ഓൺ ഗോയിങ് ആയിരുന്നു. പക്ഷെ ആ പ്രോജക്റ്റ് കുറച്ചുകൂടെ സമയം എടുക്കുന്ന കുറച്ചുകൂടെ വലിപ്പമുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ നിയാസിൻ്റെ അടുത്തൊരു ത്രെഡ് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് ഓണാക്കാൻ പറ്റിയ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലൈഫിൽ തോൽവിയായിട്ടിരിക്കുന്ന ഒരുത്തിന് ഒരു ഏലിയനെ ക്രാഷ് ലാൻഡ് ചെയ്ത് അവൻ്റെ ലൈഫിലോട്ട് കയറി വരും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വേറെ 1-2 എലമെന്റ് കൂടെ ഉണ്ട്. അത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബേസിക്കലി ആ ഒരു വൺ ലൈൻ എന്നും പറയാൻ പറ്റില്ല, ഒരു ത്രെഡാണ്. ആ ത്രെഡ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ ഒരു ഫുൾ കഥ കേൾക്കാത്തൊരു പടം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിനകത്ത് ഇൻട്രസ്റ്റ് തോന്നാൻ മറ്റൊരു റീസൺ, കുറച്ച് കാലമായിട്ട് ഹ്യൂമർ പടങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയോ അല്ലെങ്കിൽ ഒരു സെൽഫ് അവയർനെസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ചെറിയ ക്യാമിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ അതിന് തിയേറ്ററിൽ നല്ല റെസ്പോൺസും ഒരുപാട് പേര് എന്നെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്താ ഇതുപോലെ ഹ്യൂമർ ഇപ്പം ചെയ്യാത്തത്. അപ്പം ഞാനത് ബോധപൂർവം എടുത്തൊരു തീരുമാനമായിരുന്നു ഒരു സ്റ്റേജിൽ. ആദിത്യൻ ഇപ്പോൾ 23 എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഹാഫിലാണ് എങ്കിലും ചന്ദ്രിക ഡയറക്ടോറിയൽ നടക്കുന്നത്. 3 വർഷത്തിനിപ്പുറം പ്ലൂട്ടോ ഒരാഴ്ച ഉണ്ട് നമുക്കിനി റിലീസിന് വേണ്ടിയിട്ട്. ഈ എങ്കിലും ചന്ദ്രികയിൽ നിന്ന് പ്ലൂട്ടോ വരെയുള്ള ദൂരം എന്ത് പറയാൻ പറ്റും? ഈ പ്ലൂട്ടോയിലെ നീരജ് വന്നതിന് ശേഷം ഈ 2 ആക്ടേഴ്സിലേക്കുള്ള ദൂരം, അതും രണ്ടും എങ്ങനെ പറയാൻ പറ്റും? പ്ലൂട്ടോയിലോട്ടുള്ള ദൂരം ഭയങ്കര കൂടുതലായിരുന്നു. ഞാനൊരു ഏകദേശം ഒരു 10-12 ഇയേഴ്സ് എടുത്തിട്ടാണ് ഫസ്റ്റ് സിനിമയിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ 10-12 ഇയേഴ്സ് ഇട്ട എഫേർട്ട് എനിക്ക് ഈ ഒരു 3 ഇയേഴ്സിൽ ഇടേണ്ടി വന്നു. ടൈം സ്പാൻ കുറവായിരുന്നു, പക്ഷെ എഫേർട്സ് ഏകദേശം അത്രയും എഫേർട്ട് ഇടേണ്ടി വന്നു എന്നുള്ളൊരു. ഓഫ്കോഴ്സ് വേറൊരു പ്രൊജക്റ്റ് ആയിരുന്നു ഞാൻ ഈ സമയത്ത് പാരലലി ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ ഇടയിലാണ് പ്ലൂട്ടോ വരുന്നത്. അത് ശരിക്കും ഞാനിത് ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത്, ഞാനങ്ങനെ ഒരു പടം ചൂസ് ചെയ്യാൻ പ്രിവിലേജ് ഉള്ള ഒരാളല്ല. അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഇന്ന പടം എന്നുള്ള അങ്ങനെ ഒരു സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടില്ല.
അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു പടം നമ്മളെ ചൂസ് ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3ാമത്തെ പ്രാവശ്യം ഇത് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇല്ല ഇപ്പുറം വേറെ ഒന്നുണ്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് പ്ലൂട്ടോയിലോട്ട് എത്തുന്നത്. ഈ പറഞ്ഞ പോലെ ആ എഫേർട്സ് ഒരുപാടുണ്ടെങ്കിലും പ്ലൂട്ടോയിൽ എത്തുന്നത് ആ എഫേർട്ടിൽ കൂടെ അല്ല, വേറൊരു രീതിയിലാണ്. സോ റിവാർഡ് വരുന്നത് നമുക്ക് വേറൊരു സൈഡിൽ നിന്നാണെന്നുള്ളൊരു റിയാലിറ്റി കൂടെ ഉണ്ട്. ഈ കേരളത്തിലെ UFO വന്ന് പതിക്കുന്നു, കേരളത്തിലെ ഏലിയൻ കേരളത്തിന്റെ മണ്ണിൽ കാല് ചവിട്ടുന്നു എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ഒരു ഭയങ്കര കൗതുകമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. അതിന് അൽത്താഫാണ് ഏലിയനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അൽത്താഫിനെയൊക്കെ ആദ്യം ഈ ഏലിയനാണ് ക്യാരക്ടർ എന്ന് വിളിച്ച് പറയുന്നതും ഈ ക്യാരക്ടർ ബ്രീഫ് വരുന്നതും ആരാണ്, അതെങ്ങനെയായിരുന്നു? അല്ല, സിനിമ ഉണ്ടെന്ന് പറഞ്ഞത് ഇതിന്റെ മുറ അനുസരിച്ചിട്ട് കൺട്രോളർ വിളിച്ചു, പ്രൊജക്ട് ഉണ്ട്, ജാവേദൊക്കെ വിളിച്ചു, സിനിമയുണ്ട്, കഥ കേൾക്കാം എന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ റൈറ്റർ നിയാസ് വന്നിട്ടാണ് കഥ പറയണത്. അപ്പോ എനിക്ക് നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് ശരിയായി ഓക്കെ നമുക്ക് കൊളാബ് ചെയ്യാം എന്നൊരു ഇതിലോട്ട് വന്നത്. ഈ ഏലിയനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഏലിയന്റെ ഈ സയന്റിഫിക് കാര്യങ്ങൾക്കൊക്കെ മുന്നേ നമുക്ക് മനസ്സിൽ പതിഞ്ഞൊരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ, ഈ കോയ് മിൽഗയിലെ ഏലിയൻ രൂപം. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ അത്ര ഇമ്പാക്റ്റ് വന്നത് എനിക്ക് തോന്നുന്നു പി കെയിലെ അമീർ ഖാന്റെ ഏലിയൻ രൂപം. ഇതിന്റെയൊക്കെ ഒരു ലുക്ക് റെഫറൻസോ അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഏലിയൻ റെഫറൻസ് പോയിന്റ്? നമ്മളിപ്പോ അൽത്താഫ് ഖേനെ ആദ്യമേ നമുക്കൊരു മനസ്സിൽ കിട്ടിയായിരുന്നു, മലയാളത്തിലെ ആക്ടേഴ്സിൽ ആർക്കാണിത് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ പിന്നീട് നമ്മൾ അൽത്താഫ് ഖേ എങ്ങനെ ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാം എന്ന രീതിയിലാണ് നമ്മൾ നോക്കിയത്. അതുപോലെ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ കൂടെ നമുക്കിത് പ്രസന്റ് ചെയ്യണമല്ലോ. നമ്മൾ പുറത്തുനിന്ന് ഒരു റെഫറൻസ് എടുക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നോളണമെന്നില്ല. സോ അങ്ങനെ കൺസ്ട്രെയിൻസിന്റെയും അങ്ങനെയുള്ള അൽത്താഫ് ഖേ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ ചിരി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു സവിശേഷത കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയുള്ള 2 കാര്യങ്ങളൊക്കെ വെയ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഫൈനൽ ലുക്കിലോട്ട്. ചെവിയുടെ ഒക്കെ രൂപം അതെ അതെ, ചെവി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെവി, കൈ, കാല് അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ആണ്. അങ്ങനെ വരുത്തുന്നത് നമ്മൾ പ്രോസ്തെറ്റിക്സ് ചെയ്തിട്ടാണ് അത് ഇതാക്കി. ഇപ്പൊ കൈ ആയാലും പ്രോസ്തെറ്റിക്സ് ആണ്, റോണക് ചേട്ടനാണ് ചെയ്തത്. സോ നമ്മുടെ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസിന്റെ ഇടയിൽ നിന്നിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. അൽചേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ച്, ടൈഗർ തമ്പി. ഇപ്പൊ ഞാനും നീരജും, വിക്കി എന്ന് പറയുന്ന നീരജിന്റെ ക്യാരക്ടറും ടൈഗറിനും ഒരേ ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാണ് നിങ്ങളുടെ ഈ കഥയുടെ ഒരു സാധാരണ പെണ്ണിന് വേണ്ടിയാണല്ലോ അടി ഉണ്ടാക്കുന്നത്, നായകനും വില്ലനും കൂടെ, ഏലിയന് വേണ്ടി. അപ്പൊ അതൊരു ട്രാക്കാണ്. പ്രൈമറി ട്രാക്ക് സിനിമയുടെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സൗഹൃദമാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമയിൽ അത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്റർടൈനിങ് ആയിട്ടാണ്, നല്ല തമാശയാണ് ഇവരുടെ ഒരു ട്രാക്ക്. അങ്ങോട്ടാണ് നമ്മൾ കടന്നു വന്ന് ഇതിന്റെ ഒരു ഡിമാൻഡ് ഇടുന്നത്. അവിടുന്നാണ് ഞങ്ങളുടെ ട്രാക്ക് ആരംഭിക്കുന്നത്. തമ്പി ബേസിക്കലി ഒരു എക്സെൻട്രിക് ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും എനിക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നത്. ഡയറക്ടർ തൊട്ട് നടന്മാരെല്ലാവരും ഇച്ചിരി എക്സെൻട്രിക് ലവേഴ്സ് ആണ്. അപ്പം തമ്മിയുടെ ഒരു രൂപം പോലെ തന്നെയാണ് അയാളുടെ ഒരു കഥാപാത്രം. ഇച്ചിരി ലൗഡാണ് എല്ലാത്തിലും. അതാണ് തമ്പിയെ കുറിച്ച് പറയുന്നത്. നീരജേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റേതായിരിക്കും ഇതിനകത്ത് അങ്ങനെ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു കഥാപാത്രം. വിക്കി ജസ്റ്റ് എ ബോയ് നെക്സ്റ്റ് ഡോർ ആൻഡ് സ്വപ്നങ്ങളുള്ള യുവത്വം. അതെ, അയാള് ഈ പറയുന്ന പല സ്വയം ഒരു വിഷണറി ആണെന്ന് കരുതുന്ന ഒരുപാട് എന്റർപ്രണർഷിപ്പിനൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ട് നിൽക്കുന്ന, വീട്ടുകാരാലും നാട്ടുകാരാലും പുച്ഛം കേട്ട് മടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം. സോ ബേസിക്കലി പുള്ളിയുടെ ലൈഫിൽ ഒരു ഇടുത്തി പോലെ ഏലിയൻ ക്രാഷ് ലാൻഡ് ആവുകയാണ്. അപ്പൊ പുള്ളി അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. ഇത് വെച്ചിട്ട് ലൈഫ് ബിൽഡ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു പരിപാടിയാണ് അത്. പക്ഷെ എങ്ങനെയാണ് വിചാരിച്ച പോലെയാണോ അല്ലേ പോകുന്നതെന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു ജേണി. ഇതിന്റെ ഇടയിൽ ഇവര് തമ്മിൽ അക്വൈന്റഡ് ആവുന്നു, ഇവര് തമ്മിൽ ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്യുന്നു. ഇതെല്ലാം ഭയങ്കര ഡീപ്പായിട്ടൊന്നും അല്ല നമ്മളതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു കഥ, ഒരു എന്താ പറയാ, ഒരു മുത്തശ്ശി കഥ പോലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി പോലെ. അതെ, ഒരു കോമിക് ബുക്ക് അപ്രോച്ചാണ്. അപ്പം ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മൊത്തം കഥ പറഞ്ഞു പോകുന്നത്. സോ ബേസിക്കലി
ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെട്ട ഒരു ഗ്രഹമാണല്ലോ. അപ്പം പുറത്താക്കപ്പെട്ട ആളുകളിലാണ് ഈ നമ്മുടെ ആളുകളുടെ കഥയാണ്. അപ്പൊ അവരുടെ ഒരു കംബാക്കിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഒരു കഥ, ഒരു ത്രെഡും കൂടി പാരലലി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. Okay. അഗൈൻ ദാറ്റ്സ് ഇൻ എ ഫൺ വേ. ഈ വർക്കിംഗ് വിത്ത് അജു വർഗീസ് നമുക്കറിയാം, നിങ്ങളുടെ ഒരു മറ്റേ ഗിവ് ആൻഡ് ടേക്ക് ഇക്വേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സിനിമകളിലും എല്ലാത്തിലും കണ്ടിട്ടുണ്ട്. വർക്കിംഗ് വിത്ത് അൽത്താഫ് സലീം, അൽത്താഫ് എസ് ഏലിയൻ, എങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? പുള്ളിയായിട്ട് നമ്മള് റീഡിങ് സെഷനാണ് ആദ്യം. ഇങ്ങനെ സീരിയസ് ആണോ? ഇതുപോലെ സീരിയസ് ആണോ? അല്ല, ആക്ച്വലി അല്ല. അല്ലല്ല, അങ്ങനെയല്ല. ഇന്റർവ്യൂല് വരുമ്പോഴാണ് സീരിയസ്. പുള്ളി പബ്ലിക് മറ്റേ അപ്പിയറൻസുകൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഉള്ളൂ, ഇൻവെർട്ടർ ആവുന്നത്. അപ്പോ നമ്മള് കാരവനിലൊക്കെ കഥ പറഞ്ഞത് ഭയങ്കര രസികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പറഞ്ഞ പോലെ ഒരുപാട് സീക്വൻസുകളിൽ നമ്മൾ മറ്റേ സ്ക്രിപ്റ്റിൽ പറയാത്ത പല പല സാധനങ്ങളാണ് പറഞ്ഞത്. അപ്പൊ പുള്ളി ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും പല സാധനങ്ങളും. പക്ഷെ ഇതിനകത്ത് ഒരു പരിമിതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഏലിയൻ ആയതുകൊണ്ടും കൂടെ ഏലിയന്റെ ഒരു എവല്യൂഷൻ ഉണ്ട്. പുള്ളി വന്നു കഴിയുമ്പോൾ തന്നെ മറ്റേ നമ്മുടെ ഭാഷ അറിയില്ല, നാടെന്താന്ന് അറിയില്ല. അപ്പൊ ആ ഒരു സ്റ്റേജിൽ ഓരോ മറ്റേ ഇന്റർവ്യൂ പറഞ്ഞു അതില് കേട്ടില്ല. അൽത്താഫായിട്ട് ഉള്ളൊരു രീതിയിലല്ല ഇതിനകത്ത് പകുതിയോളം ഉള്ളത്. അപ്പൊ ആ സമയത്ത് പുള്ളിക്കുള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മാനറിസംസ് ഒന്നും പിടിക്കും, പുള്ളിക്ക് നാച്ചുറലി വരുന്ന ഫ്ലോയില് അഭിനയിക്കാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഫിസിക്കൽ ഹ്യൂമറും വേറൊരു ബോഡി ലാംഗ്വേജും ഒക്കെ വെച്ചിട്ട് ഒരു ജീവിയുടെ ഒരു പുള്ളിയെ നമ്മൾ ഈ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യും ഇതൊക്കെ ഇങ്ങനെയാണല്ലോ ഫോട്ടോയിൽ കാണുന്നത്. പുള്ളിയെ ഇങ്ങനെ നമ്മൾ ഒളിച്ചു പൂടി കൊണ്ടു നടക്കുന്നത്. പുള്ളി അതുപോലെ ഒരു മിക്കി മൗസ് വരുന്ന പോലെയാണ് പുള്ളി നിൽക്കുന്നത്. നമുക്ക് അൽത്താഫ് എന്നുള്ളൊരു സാധനം ഫീൽ ചെയ്യില്ല, വേറൊരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് ത്രൂ ഔട്ട്. അതെ, അത് പുള്ളി വേറെ ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ച്. പക്ഷെ അത് വളരെ വലിയ എഫേർട്ട് ഒന്നും എടുക്കാതെ തന്നെ പുള്ളി ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള സീനുകളെല്ലാം എനിക്ക് ഭയങ്കര വർക്കായ സീനുകളാണ്. ഐ ബിലീവ് അതിന്റെ ഹ്യൂമറുകളെല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഓരോതാണ് ചില സമയത്ത് ചില സാധനം റീഡോ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ഞങ്ങളുടെ ഇൻട്രോ മുതലുള്ള കുറച്ച് സീനുകളുണ്ട്, തുടക്കത്തെ കുറച്ച് സീനുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എങ്ങനെയാന്ന് അറിയാതെ ഉള്ളൊരു കുറച്ച് സീനുകളുണ്ട്. ഇയാൾ ഏത് ഭാഷ സംസാരിക്കും അതൊക്കെ എനിക്ക്. പക്ഷെ ട്രെയിലറിന് വ്യക്തമാണ് ഇയാള് ഈ മറ്റേ കള്ളു കുടിക്കുന്ന അല്ലെ, ആൽക്കഹോള് മാത്രം യൂണിവേഴ്സിൽ അങ്ങനെ ഒരു പരിപാടിയാണ് പറയാൻ പറ്റുന്ന. അല്ല, അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യത്തെ ഒരു ഐഡിയയിൽ ഉണ്ടായിരുന്ന സാധനം അതാണ്. ബേസിക്കലി ഈ ഏലിയന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ആൽക്കഹോളാണ്, ഈത്തൈൽ ആൽക്കഹോൾ. നമ്മുടെ അവിടുത്തെ കേരളത്തിൽ ഒരു ഏലിയൻ വരുമ്പോ അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടെയാണല്ലോ ആൽക്കഹോൾ. നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻടോക്സിക്കേഷൻ ഇല്ല. പുള്ളിക്ക് അത് ഭക്ഷണമാണ്, ഹൈ ആവുന്നില്ല. പുള്ളിക്ക് അത് ഫുഡ്, നമുക്ക് ഫുഡും വെള്ളവും പോലെയാണ് പുള്ളിക്ക് ആൽക്കഹോൾ എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. അതൊക്കെ ഈ ഹ്യൂമർ സ്വഭാവം ഈ പല സിനിമകളിൽ ഈ പല ഫോം ഓഫ് ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഏലിയനിലേക്ക് വരുമ്പോഴൊരു എനിക്കിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അഭിനയിക്കാൻ പോകുന്നത് വർക്കാവാത്ത ഒരാളാണ്. ഒന്ന് അഭിനയം തന്നെ പഠിച്ചു വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പൊ കുറെ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കത് കിട്ടില്ല. അത് റിഹേഴ്സലൊക്കെ വേറെ ഇതൊക്കെയാണ് റിഹേഴ്സൽ എനിക്ക് ഉപകാരപ്പെടുന്നത് ഡയലോഗ്സിന്റെ ഇതും മറ്റാളെ എപ്പം നിർത്തും, നമ്മളെപ്പോൾ തുടങ്ങണം എന്നൊക്കെ ഉള്ളതാണ്. പെർഫോമൻസ് എനിക്ക് റിഹേഴ്സൽ അങ്ങനെ ഇതേ പറയില്ല. നമ്മൾ വരുമ്പോൾ ചെയ്ത് നോക്കാം, നോക്കിയിട്ട് ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ചെയ്ത് നോക്കാം. അത് ഓക്കെ ആണെങ്കിൽ ആ മീറ്റർ തന്നെ പിടിക്കാം. അത് സംവിധായകൻ പറയും ഇതല്ല വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി പിടിക്കാം. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് എൻ്റെ. അതിനു വേണ്ടി ഹോംവർക്ക് ചെയ്താലൊന്നും ഒന്നിത് ഹോംവർക്ക് ചെയ്യാനും പറ്റില്ല. ഇത് എവിടെ നോക്കി ഇപ്പൊ PK അത് വേറെ കഥയാണ്, പുള്ളി വേറെ ഇതാ പിടിച്ചത്, വേറെ മനുഷ്യരൂപത്തിലുള്ള ഏലിയൻ ഒന്നും ഇല്ല നമുക്ക് റെഫറൻസ് എടുക്കാനും. പിന്നെ നമ്മളൊരു ഊഹം അതേ ചെയ്യും. അപ്പൊ ഒരു ഊഹം വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിന് അപ്രോച്ച് ചെയ്തത്.
പിന്നെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ സെറ്റിൽ വരുന്നു അവിടെ അല്ല ഒരു പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ബോഡിയുടെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നടക്കുന്നൊക്കെ ആദ്യം നേരത്തെ പറയും, നമുക്ക് ഇങ്ങനെ പിടിക്കാം, നമ്മൾ ചോദിക്കും ഇതെങ്ങനെയാണ് നമ്മൾ നടത്തം ഇതൊക്കെ ചെയ്യണമല്ലോ. ഇപ്പൊ ചെവിയും ഇതൊക്കെ ഉണ്ട്, കൈയും ഇതൊക്കെ ഉണ്ട്, ബാക്കി ജെസ്റ്റിക്കുലേഷൻസും ഇതൊക്കെ ഇതെങ്ങനെയാണ് നടത്തത്തിന്റെയും ഇതും, അപ്പൊ ബോഡി മൂവ്മെന്റ്സ് ഒന്നും അധികം നമ്മൾ കൊടുക്കണ്ട, അങ്ങനെയൊക്കെ വെച്ചിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ കണ്ണിന്റെ ഒരു കുറച്ച് വൈഡർ ആക്കിയിട്ടാണ് പിടിച്ചേക്കണത്. ബോധപൂർവം കണ്ണ് ഭയങ്കരമായിട്ട് വൈഡിഷ് ഒരു കുറച്ച് വൈഡർ രീതിയിലാണ് പിടിച്ചേക്കണത്. അപ്പൊ അതൊക്കെ ചിരി അങ്ങനത്തെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് അങ്ങനെ ഫസ്റ്റ് കുറച്ച് സീൻസിൽ അത് ഫിക്സ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് അത് ഫോളോ ചെയ്തേക്കണം. പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പറ്റില്ല. പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരു ആക്ടറെ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ കോൺട്രിബ്യൂഷനും നമ്മുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അതിൽ ഉണ്ടാവും, നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും ഒരു സാധനം. സോ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അത് ചേട്ടാ, ഈ നമ്മൾ മറ്റേ മുമ്പ് വല ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു ലുക്കിലേക്ക് ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ക്യാരക്ടറിലേക്ക് കുറച്ചുകൂടി ഇന്റേണലി അതിലേക്ക് ആവാൻ കുറച്ച് സഹായിക്കുന്നുള്ളത്. പ്ലൂട്ടോയിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ മൊത്തം ലുക്ക് പറഞ്ഞാൽ ഫുള്ള് ഹെഡ് ഷേവ് ചെയ്ത ലുക്ക്, ഇടയ്ക്കൊരു ഒരു ശിക്കാരി ശംഭുവിന്റെ ഒരു ഔട്ട്ഫിറ്റ് പോലത്തെ ഒരു പരിപാടി ഒരു ഗ്ലാൻസ് ആയിട്ട് കണ്ടിരുന്നു. മൊത്തം ഔട്ട്ഫിറ്റ് ആൻഡ് ലുക്ക് ഡിസൈൻ ഓഫ് പ്ലൂട്ടോ എന്ത് പറയാൻ പറ്റും? ബ്രില്യൻ്റ് ആണ്. എൻ്റെ സിനിമയുടെ കളർ പാലറ്റും എല്ലാം ഞാൻ പറയില്ലേ, ആദ്യം ഭയങ്കര ഒരു ആദ്യം വന്നതിനോട് പറഞ്ഞ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ഉണ്ട്. ആദ്യക്ക് ഒരു എക്സ്ട്രാ ഇച്ചിരി നോൺ നാച്ചുറൽ സിനിമകളോട് താല്പര്യമുള്ള ആളാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കാഴ്ചപ്പാടുകൾ അപ്പോൾ കറക്റ്റാണ്, ഇവർ രണ്ടുപേരും കൂടെ ബ്ലെൻഡ് ആയത് കറക്റ്റാണ്. ക്രിയേറ്റിവിറ്റി ഇൻഡിഫറൻസ് ഒക്കെ വരും, ഡിഫറൻസസ്. അപ്പം അത് സ്വാഭാവികമാണ്, തർക്കങ്ങളല്ല ഞാൻ പറയാം, അല്ലെങ്കിൽ ഡിബേറ്റ്സ് ഒക്കെ അതല്ല ഞാൻ പറയുന്നത്. രണ്ടുപേരെയും സിനിമാ സങ്കല്പത്തിൽ ഈ ഇച്ചിരി ലൗഡർ അല്ലെങ്കിൽ എക്സെൻട്രിക് അല്ലെങ്കിൽ കളർ ലവ് അതെല്ലാം രണ്ടുപേർക്കും ഒരേപോലെ. അത് ഈ സിനിമയ്ക്ക് ഒരുപാടുണ്ട്. അപ്പം അത് തമ്പിയിലും ഞാൻ നേരത്തെ പറഞ്ഞു, തമ്പിയിൽ അത് വെൽ ഡിഫൈൻഡ് ആണ്. തമ്പിയുടെ ഞാൻ അങ്ങനെ പറയാവുന്ന ഒരു കാര്യം, എൻ്റെ ഏറ്റവും കരിയറിൽ എനിക്ക് ഏറ്റവും നന്ദിയുള്ള ഒരു കാര്യമുണ്ട് ഈ സിനിമയിൽ. അത് ഇവർ തന്നെ സിനിമ എൻ്റെ ക്യാരക്ടർ ഷൂട്ട് തുടങ്ങിയിട്ട് എനിക്ക് ഇവർ തന്നൊരു സീനുണ്ട്, അതെന്താന്ന് ഞാൻ പറയാൻ പറ്റില്ല. സിനിമയിൽ തമ്പിയുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്ന, പക്ഷെ അത് ഒരു ആക്ടർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റെയറാണ്. അത് ഭയങ്കര ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു സീൻ കിട്ടുക ഇന്നത്തെ കാലത്ത്. ബിക്കോസ് കോമഡിക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പാടില്ല, സാഹചര്യങ്ങൾ ടെക്സ്റ്റിൽ വേണം. എന്നാൽ ജഗദീഷ് ഷണ്ണി അടുത്ത് പറഞ്ഞ പോലെ ടെക്സ്റ്റിലുണ്ടെങ്കിൽ ഒരു ആക്ടർക്ക് എന്തും ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ ക്യാരക്ടറിൽ ബ്ലെസ്ഡ് ആണ്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഏത് ഈ നേരത്തെ പറഞ്ഞ ലൗഡ്നെസ്സിന്റെ. പിന്നെ ക്ലൈമാക്സിൽ ഈ ശിക്കാരി ശംഭു പറഞ്ഞത് നീരജും ബാക്കി എല്ലാവരും കണ്ടില്ലേ, ഡാഗിനിയുണ്ട്, സോറി കുട്ടൂസനുണ്ട്, പുലിമുരുകനുണ്ട്. അപ്പം അതെല്ലാം ഒരു പാർട്ടിക്ക് പോണത്. അപ്പം അതൊരു കോസ്പ്ലേ സീക്വൻസ് ആണ്, ഈ കാണുന്ന പോലെ അല്ല എല്ലാവരുടെയും ലുക്ക് വരുന്നത്. ഇതൊരു കോസ്പ്ലേ സീക്വൻസ് ആണ്. അതൊക്കെ ഒരു മലയാള സിനിമയിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുക. അത് ഈ രണ്ടുപേരുടെയും ഞാൻ പറഞ്ഞില്ലേ ഈ ഔട്ട് ഓഫ് ദി ബോക്സ് താല്പര്യങ്ങൾ കാരണമാണ്. സോ പ്ലൂട്ടോ ഒരു കോമിക് ബുക്കിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് അതിന്റെ കളേഴ്സിലും മ്യൂസിക് ട്രീറ്റ്മെന്റിലും സിനിമയുടെ ട്രീറ്റ്മെന്റിലും ഒക്കെയാണ്. കഥ വളരെ സിമ്പിളാണ്. ഒരു ഏലിയൻ ഭൂമിയിൽ വരുന്നു, കൂട്ടുകാരനാവുന്നു, ഒരു തൊഴിലില്ലാതെ നടക്കുന്ന സ്വപ്നങ്ങൾ ഒരുപാടുള്ള ഒരു വ്യക്തിയുടെ കൂട്ടുകാരനായി മാറും. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളാണ്. പക്ഷെ ഇതിലൂടെയാണ് പ്ലൂട്ടോ വ്യത്യാസം. സിനിമ വ്യൂയിങ് ഒരേ പോലെയാണോ നിങ്ങൾ രണ്ടുപേരുടെയും? സിനിമ വ്യൂയിങ്, സിനിമ ചർച്ചകൾ ഒരേപോലെയുള്ള ഒരു സോൺ ഞങ്ങൾക്കുണ്ട്. എന്ന് വെച്ചപ്പം എൻ്റെ എല്ലാ കോൺസെപ്റ്റ്സും ഞാൻ പറയുന്ന ലൗഡ് സാധനങ്ങളല്ല. പക്ഷെ ഒരുപക്ഷെ അത് അജേട്ടൻ പറയാൻ കാരണം ഞാൻ എഴുതിയ ലവകുശയും ഇതും ഏകദേശം ഒരു സോണിൽ പെടുന്ന സിനിമയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സോൺ എനിക്കുണ്ട് ഡെഫിനറ്റ്ലി. അത് കണക്ട് ആവുന്ന ആളുമാണ്. അതെ, അത് പുള്ളിക്കും അതിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സോൺ ഉണ്ട്. അപ്പം പുള്ളി ചെയ്ത കരിക്കിന് വേണ്ടി ചെയ്ത 1-2 സ്കെച്ചസ് ഉണ്ട്. ആവറേജ് അതല്ല, ഞാൻ എങ്കിലും ചന്ദ്രയ്ക്ക് ശേഷം അടുത്ത പടത്തിന്റെ ഒരു സ്റ്റൈൽ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് കരിക്കിന് വേണ്ടി നെറ്റ്ഫ്ലിക്സിൽ
എക്സ്ട്രാക്ഷൻ 2ന്റെ ഒരു Extraction. പ്രൊമോ ആ ചെയ്തായിരുന്നു. ഹാ 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 ഓക്കെ ഈ രോമാഞ്ചത്തിലെ ജോമോനും അവരൊക്കെയുള്ള ഓക്കെ അത് എക്സ്ട്രാക്ഷൻ കണ്ട് പാർട്ടി. അതിന്റെ ഒരു പരിപാടി കണ്ടപ്പോഴാണ് ഉം. എനിക്ക് ഇത് ഇത് വെരി മച്ച് ആ സോണാണ് എന്നുള്ളൊരു പരിപാടി. അങ്ങനെയാണ് ആദ്യം നമ്മൾ ഇതിലൊക്കെ അപ്രോച്ച് ചെയ്യുന്നതും. പുള്ളി അന്ന് വേറൊരു പ്രൊജക്ട് ഇതിലായിരുന്നു, പക്ഷെ അത് പിന്നെ കുറച്ചുകൂടെ സമയം എടുക്കുന്ന മറ്റൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് ആദ്യം ഇതിലോട്ട് ഇന്നായി. അങ്ങനെ ഈ വേൾഡ് നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങി, ബിൽഡ് ചെയ്തെടുത്തു. നിങ്ങളുടെ സംസാരത്തിലൊക്കെ വലിയ പ്രൊജക്ട്സ് ആണോ, ഭയങ്കര സ്കെയിലുള്ള? എല്ലാവർക്കും വലിയ പ്രൊജക്ടുകളായിരിക്കുമല്ലോ ആദ്യം, പക്ഷെ വലിയ പ്രൊജക്ടുകൾ മൗണ്ട് ചെയ്യാനും അത് ഓണാവാനും ഒരു ഓണാവാനും പ്രൊഡക്ഷൻ സ്റ്റേജ് ആവാൻ ആ. സാധിക്കും. അപ്പൊ കുറച്ചുകൂടി ചെറിയ ഇത്. പക്ഷെ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 5 വർഷം മുന്നേ 3 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് ഒരു ചെറിയ പടമായിരുന്നു. പക്ഷെ ഇന്ന് ഇത് ചെറിയ പടമാണെങ്കിൽ ഇതൊരു 8 CR ഒക്കെ അടുത്തായിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഇന്നത്തെ ചെറിയ പടം ഇതാണ്. ഇത്രയും കോസ്റ്റ് ആവാൻ എക്സ്പെൻസുകൾ അവിടെ വരെ എത്തി, സിനിമയുടെ എക്സ്പെൻസുകൾ അവിടെ വരെ എത്തി. ഈ വടക്കൻ സെൽഫിയിലാണല്ലോ നീരജ് ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി കൊറിയോഗ്രാഫ് ചെയ്യുന്നത്. അതെ. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ മ്യൂസിക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ റാപ്പ് കമ്പോസ് ചെയ്തിട്ടുണ്ട്, റാപ്പ് പാടിയിട്ടുണ്ട്. സിനിമയിൽ കമ്പോസ് ചെയ്യുന്നത് ഈ സിനിമയിൽ ആദ്യമാണെന്ന് തോന്നുന്നു അല്ലെ, ഈ പോണൽ പോട്ട് അല്ലേ? കമ്പോസ് ഇൻ സിനിമ ആദ്യം ഫസ്റ്റ് ടൈം സോങ് സീൻ മോനെ ചെയ്തിട്ടുണ്ട്. RDXല്. അത് കമ്പോസിഷൻ ഞാനല്ല, അതിൽ എഴുതി പെർഫോം ചെയ്യുന്നത് മാത്രം. ഈ പാട്ട് വന്ന വഴി എങ്ങനെ? ഇത് ആക്ച്വലി നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു പാട്ടായിരുന്നു. ആണോ? ഈ സിനിമയ്ക്ക് വേണ്ടിയല്ല, അത് വെറുതെ ഹിന്ദി ആയിട്ട് ഇറക്കാന്നുള്ള വെറുതെ ജാം ചെയ്തപ്പോ ഒരു പാട്ടുണ്ടായതാണ്, ഞാനും ആർജിയും കൂടി. അത് ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഇറക്കാൻ പറ്റില്ല. ഒരു ബ്രേക്കപ്പ് സോങ് വെറുതെ ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ എടുത്തു വെച്ചിരുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഇതില് കറക്റ്റ് പടത്തിൽ അങ്ങനെ സീക്വൻസ് വന്നപ്പം ഈ പാട്ട് റൈറ്റർ കേട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഇത് ഇവിടെ വെക്കാമോ, ഇത് ഇതിലേക്ക് എടുക്കാവോ എന്ന് വെച്ചു. എന്നിട്ട് കറക്റ്റ് വിക്കിയുടെ അതേ വിക്കി എന്ന് പറയുന്ന ക്യാരക്ടറിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ഏലിയനായിട്ടും ബ്ലെൻഡ് ആവുന്ന ഒരു ഫണ്ണി ക്വർക്കി സോങ്. ആർജി തന്നെയാണ് പ്രൊഡക്ഷൻ. അത് ആർജി ആണ്, അത് ആർക്കേഡോ അല്ല. ആർക്കേഡോന്റെ കൂടെ ചെയ്തൊരു പാട്ടും ഇതിനകത്തുണ്ട്, സൺഡേ ഫണ്ടേ എന്ന് പറഞ്ഞിട്ട്. അതും ഇതേപോലെ നമ്മള് മൊണ്ടാഷസ് ഷൂട്ട് ചെയ്യുമ്പോൾ ആ പാട്ടുകൾ ആയിട്ടില്ലായിരുന്നു. അതും എൻ്റെ മറ്റേ ഇതിനകത്ത് റോസ്റ്ററിൽ കിടന്ന മറ്റൊരു അൺറിലീസ്ഡ് ട്രാക്ക്. അത് സനത്തും പുള്ളിയും കൂടി എന്നാ പിന്നെ ഇത് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്, പുതിയ ജനറേഷനെ പറ്റിയിട്ട് പഴയ ജനറേഷന് ഒരു മുൻവിധി ഉണ്ടാവുമല്ലോ. ഇവര് വർക്ക് ചെയ്യുന്ന രീതി അവർക്ക് വെൽക്കം അല്ല, രാത്രിയാണ് പണിയെടുക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരു ട്രാക്കാണ്. അപ്പൊ അതൊരു അച്ഛൻ മോനെ പറ്റി ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിനകത്ത് കറക്റ്റ് പൊസിഷനിങ് ആയിരുന്നു. അങ്ങനെ ആ സൺഡേ ഫണ്ടേ എന്ന് പറഞ്ഞ ട്രാക്ക് എടുത്തു. അങ്ങനെയാണ് 2 പാട്ടുകൾ നേരത്തെ ചെയ്തു വെച്ച 2 പാട്ട് പടത്തിലോട്ടേക്ക്. പ്ലൂട്ടോ ഈ തോറ്റുപോയവരുടെ സിനിമ എന്ന രീതിയിലാണ് വരുന്നത്, സീക്കിങ് എ സെക്കൻഡ് ചാൻസ്. ഇപ്പോൾ ലൈഫിൽ, സിനിമാ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു സെക്കൻഡ് ചാൻസ് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മെമ്മറിയിൽ എന്തായിരിക്കും? തട്ടത്തിൻ മറയത്താണ്. പരിപാടി കഴിഞ്ഞ് തട്ടത്തിൻ മറയത്ത് ഒരു സെക്കൻഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ചാൻസ് അല്ലേ? അതെ. നീരജേട്ടൻ പെട്ടെന്ന് ഓർമ്മ സെക്കൻഡ് ചാൻസ്? എനിക്ക് അങ്ങനെ ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എല്ലാ 2 വർഷം കൂടുമ്പോഴും ഓരോ പുതിയ അങ്ങനെയല്ല, ഫാമിലി മാൻ ആണ്. പിന്നെ ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ RDX പറയാം. RDX ഒരു നമ്മൾ റീഇൻവെന്റ് ചെയ്തൊരു പടമാണ്. നമ്മള് ഫൈറ്റർ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടാക്കി തന്ന, നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന പടമായിരുന്നു. അതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഓരോ തവണയും സ്റ്റേജിൽ നമ്മുടെ കരിയറിൽ പല സ്റ്റേജിലും ഇങ്ങനെ കോൺസ്റ്റന്റ്ലി റീഇൻവെന്റ് ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ട്. അപ്പോഴാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ആവാതിരിക്കുന്നതും മോണോട്ടണസ് ആവാതിരിക്കുന്നതും. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് കൺസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് എനിക്ക് അതങ്ങനെ ഒരെണ്ണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനിയും അത് ചെയ്തുകൊണ്ടിരിക്കുക. Keep changing your expectation, people's expectation, and raising your bars with every movie. അതാണ് നമ്മളുടെ മന്ദാകിനി ആയിരിക്കും. ആദ്യമായിട്ടാണ് ഞാൻ ആക്ടർ
സീനിലാണല്ലേ ഈ സെക്കൻഡ് ചാൻസ്? സെക്കൻഡ് ചാൻസ് പക്ഷെ ത്രൂ ഔട്ട് എനിക്ക് മറ്റത് നമ്മൾ അഭിനയിക്കാൻ കൺട്രോൾ വിളിച്ചാൽ ഒരു 8 ദിവസത്തെ പരിപാടിയാണ്, 5 ദിവസത്തെ പരിപാടി അങ്ങനെയൊക്കെ വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ത്രൂ ഔട്ട് ഒരു നമുക്കൊരു ക്യാരക്ടർ അന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി വന്നത്. അത് തന്നെ ഇരിക്കും തീർച്ചയായും. പ്ലൂട്ടോ സെക്കൻഡ് മൂവിയാണ് സെക്കൻഡ് ചാൻസ്. അങ്ങനെയാണ് ആക്ച്വലി ആ നറേറ്റീവ് നമ്മൾ എനിക്ക് പേഴ്സണലി അതിന്നാണ് ആക്ച്വലി. ഈ നമ്മൾ ടീമപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് ഈ കോൺവെർസേഷൻ തുടങ്ങുന്നത്. നിവിനായിട്ടുള്ള ടീമപ്പ് നിങ്ങൾ രണ്ടുപേരും, നിവിൻ്റെ ഒരു ഇനിയുള്ള ഒരു അപ്കമിങ് പ്രോജക്ട്സ് നോക്കുകയാണെങ്കിൽ തന്നെ ലൈനപ്പിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ പ്രോജക്ട്സിൽ ഒന്ന് മൾട്ടിവേഴ്സ് ഉറപ്പായിട്ടുണ്ട്. അഖിൽ സത്യനുമായിട്ട് അൽത്താഫ് കോറൈറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പൊ സർവമ്മായിൽ ഒക്കെ വന്നപ്പോൾ ഒരു ബാക്ക് ടു ഫോം എന്നൊക്കെ രീതിയിൽ നിവിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രീ കഴിഞ്ഞൊരു പ്രൊഡക്ഷൻ ടൈം ലൈൻ എപ്പോഴാണെന്നൊക്കെ പറയാൻ പറ്റും? ആക്ച്വലി പ്രീ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പ്രീ തന്നെ നമ്മളൊരു 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വലിയ സിനിമയാണ്. അപ്പോൾ അതിന് ഫേസ് ബൈ ഫേസ് അപ്രോച്ചാണ് നമ്മൾ അതിന് ഇതാക്കിയിട്ടുള്ളത്. 2 ഫേസ് കഴിഞ്ഞു ഏകദേശം. നമ്മൾ ഇപ്പോൾ ഈവൻ പ്ലൂട്ടോയുടെ ഷൂട്ട് നടക്കുമ്പോൾ പോലും ഞാൻ രാത്രി പോയിട്ട് അതിന്റെ പ്രീ അവിടെ പാരലലി നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിലിരുന്നിട്ടൊക്കെയാണ് അങ്ങനെ ഇത് മാനേജ് ചെയ്തത്. സോ അത്രയും മിന്നായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആ 2 ഫേസും കഴിഞ്ഞു. ഇനിയിപ്പോൾ 3rd ഫേസിലോട്ട് കയറണം. സോ ഈ റിലീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ അതൊരു ബ്രേക്ക് എടുത്തിട്ടുള്ളത്. ആഫ്റ്റർ റിലീസ് ഇനിയിപ്പോൾ 3rd ഫേസ് കുറച്ചുകൂടി പ്രൊഡക്ഷൻ സെൻട്രിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാനുള്ള ഫേസിലോട്ടാണ് ഇനി കയറേണ്ടത്. അതുപോലെ അതിന്റെ VFX ടീം തന്നെയാണ് നമ്മുടെ VFX ചെയ്യുന്നത്. പ്ലൂട്ടോന്റെ സെയിം VFX. ആക്ച്വലി നമ്മൾ മന്മഥന് വേണ്ടിയിട്ടാണ് ഇവരെ കോൺടാക്ട് എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പോഴാണ് പ്ലൂട്ടോ വരുന്നത്. സോ എനിക്ക് ഓൾറെഡി ഇൻ സിങ്ക് ആയിട്ടുള്ള CG ടീമാണ്. അപ്പൊ നമുക്കൊരു ഫസ്റ്റ് എക്സസൈസ് പോലെ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലൂട്ടോയിലോട്ട് വരുന്നത്. സോ പാരലലി ഇതേ ടീം തന്നെ അതിന്റെ ബേസ് CG വർക്കുകളും പാരലലി നടക്കുന്നുണ്ട്. സോ അതാണ് ഇപ്പോഴത്തെ ഒരു ഈ പ്ലൂട്ടോന്റെ ഒരു ജോണർ സ്പെസിഫിക് ആയിട്ട് ഒരു സൈഫൈ കോമഡി എന്നൊക്കെ പറയുന്ന രീതിയിൽ മന്മഥനെ ഒരു റൂട്ടഡ് സൂപ്പർ ഹീറോ എന്നൊക്കെ വിളിക്കാൻ പറ്റും. റൂട്ടഡ് സൂപ്പർ ഹീറോ ഫിലിം തന്നെയാണ്. പ്ലൂട്ടോ കുറച്ച് ഡിഫറെന്റ് ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സൂപ്പർ ഹീറോ പരിപാടി തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടെ ഒരു എപ്പിക് ഫീൽ കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. അഖിൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്, നിവിനാണ്. അപ്പോ ഇദ്ദേഹം ഉണ്ട്. അപ്പൊ അതിന്റെ മൂന്നുപേരുടെ ടീം വീണ്ടും നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ കഥയും വിഷനൊക്കെ അഖിലിൻ്റെ തന്നെയാണ്. അതെപ്പോഴും അത് തന്നെ ആവണതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിൻ്റെ തിരക്കഥയും സംഭാഷണങ്ങളും ഒക്കെയാണ് ഞാനും കൂടി കൊളാബ് ചെയ്തിട്ട് പോണത്. അപ്പൊ ഇപ്പൊ ആദ്യം നമ്മളൊന്ന് തുടങ്ങി, ആദ്യമായിട്ട് ചർച്ചയും പിന്നെ ഏതാണ്ടൊരു റൂട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പൊ അഖിൽ കുറച്ച് തിരക്കിലാണ്, കുറച്ച് പരസ്യ സംവിധാനങ്ങളാണ് ഇപ്പൊ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വലിയ വലിയ പരസ്യങ്ങളാണ്. അപ്പൊ അത് തീർന്നു വരുമ്പോഴേക്കും 25th ഒക്കെ ആവും. അമിതാഭ് ബച്ചൻ എല്ലാരും വെച്ചിട്ട് ഒരു പരസ്യം മൊത്തത്തിൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഒക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ മൾട്ടി ടാസ്കിങ് പറ്റില്ല പുള്ളിക്ക്. അത് വീണ്ടും ഒരു ഫൺ, അതൊരു ഫൺ. ആരുടെ ഫൺ സോണിലായിരിക്കും കൂടുതൽ? അൽത്താഫിന്റെ? അത് എനിക്ക് തോന്നുന്നു അഖിലിന്റെ തന്നെ ഫൺ സോൺ ആയിരിക്കും. എന്റേതായിട്ടുള്ള ചിലപ്പോ വിറ്റി ലൈൻസ് ചിലപ്പോ കുറച്ചുകൂടി കയറിയിരിക്കും. അങ്ങനത്തെ ഒരു ഇതാണ് എപ്പോഴും ഞാൻ അത് തന്നെയാണ് പ്രിഫർ ചെയ്യുള്ളൂ. അഖിലിന്റെ വിഷയം തന്നെ ആയിട്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ള രീതിയിലാണ്, സപ്പോർട്ടിങ് റൈറ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കും ഇഷ്ടം. നമ്മൾ ഈ മലയാളികളുടെ ഒരു സിനിമ വ്യൂയിങ് കൾച്ചറിനെ ഭയങ്കര നമ്മൾ പ്രൗഡായിട്ട് പറയാറുണ്ട്. ഒരു ടെംപ്ലേറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പടം വന്നാൽ എപ്പോഴും നമ്മൾ സ്വീകരിക്കാറുണ്ട് എന്ന് ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറി ചിന്തിക്കുന്ന ഒരു സിനിമ വരുമ്പോൾ അത് സ്വീകരിക്കാത്ത ഒരുപാട് അവസ്ഥകളും വന്നിട്ടുണ്ട്. ഗപ്പി വലിയൊരു എക്സാമ്പിളാണ്, പെരുമാനി, ഇബ്ലീസ് ഒരു എക്സാമ്പിളാണ്, ഓടും കുതിര ചാടും കുതിര ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഒരു ഗാംബ്ലിംഗ് സ്വഭാവം ഉണ്ട്. ഒരു ഡേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ചിലപ്പോൾ സിനിമയുടെ വിധി തന്നെ മാറാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര തിയേറ്ററിൽ സ്വീകരിക്കപ്പെടാത്ത സിനിമ വർഷങ്ങൾക്കിപ്പുറം നമ്മൾ കൾട്ട് ക്ലാസിക് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. 100 കോടി 200 കോടിയൊക്കെ അടിച്ച സിനിമകൾ നമ്മൾ ഒട്ടും ഓർമ്മയിൽ നിൽക്കാത്ത പല പടങ്ങളുണ്ട്. ഇതിന്റെ ഒരു മിക്സ്ഡ് ബാഗാണ് ആക്ച്വലി സിനിമ എന്നുള്ള പരിപാടി. ഓൺ എ വെരി പേഴ്സണൽ നോട്ട്, ഇപ്പോൾ ഓടും കുതിരയുടെ ഒക്കെ ഒരു ദ വേ ദ ഫിലിം വാസ് റിസീവ്ഡ്,
അതില് ഭയങ്കര ഒരു അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് നാച്ചുറലി എനിക്ക് അങ്ങനെ അധികം അങ്ങോട്ട് ഒരു സാധനം അങ്ങോട്ട് അഫക്റ്റ് ചെയ്യാറില്ല. വൈകാരികമായി ഒന്നും എടുക്കാറില്ല. വൈകാരികമായി സിനിമ എനിക്ക് ആരുടെയെങ്കിലും വേണ്ടപ്പെട്ടവരോ മരണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനൊന്ന് ഷെയ്ക്കൺ പരിപാടി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്ഥായിയായിട്ട്. എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇറ്റ്സ് എ മൂവി, നമ്മളൊരു പ്രോസസ്സാണ്. അതിൽ കൂടി പോയി അതിൽ ഫ്ലോസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം മീൻസ് ആളുകൾക്കത് വർക്കാവാതിരുന്നത്. അല്ലാതെ അതൊരു കൾട്ട് ഇത് വന്നിട്ട് പിന്നീട് സെലിബ്രേറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇതല്ലായിരിക്കും. അതിൽ എനിക്ക് തന്നെ വിസിബിൾ ആയിട്ടുള്ള കുറെ ഫ്ലോസ് ഉണ്ട്. അത് എൻ്റെ ഇഷ്യൂ കൊണ്ടല്ല. പക്ഷെ ആ സിനിമ സെലിബ്രേറ്റ് ചെയ്ത ഒരു ഉണ്ട്, അതില്ലെന്ന് പറയാനുള്ള. ഞാൻ പറഞ്ഞത് അതിന് പല രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും പല അതിന്റെ ബാക്കിൽ, അത് നമുക്കൊന്നും പറയാനോ ഇതൊന്നും പറ്റില്ല. അപ്പൊ അത് നമുക്ക് അതിന് ഫ്ലോസ് ഉണ്ട് അതിന്. അപ്പൊ ഫ്ലോസ് ഉള്ളത് കൊണ്ടാണ് ആൾക്ക് അത് വർക്കാവുന്നത് തിയേറ്ററിൽ. അപ്പോൾ OTT വരുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി പേഴ്സണൽ സ്പേസിലിരുന്ന് കാണുമ്പോൾ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. മീൻസ് ഓഡിയൻസ് എപ്പോഴും നല്ലത് തന്നെ. ചില സിനിമകൾ മാത്രമേ ഈ ഫ്ലോസ് ഇല്ലാത്തത് തിയേറ്ററിൽ വന്നിട്ട് വർക്കാവാതെ പോകുന്നുണ്ട്. അത് അൺഫോർച്ചുനേറ്റ് എന്നല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഒന്നും ഒരു സ്റ്റാറ്റിക് ആയിട്ടൊരു പരിപാടി ഓഡിയൻസിൻ്റെ ഇത് നമുക്ക് അളക്കാനും പറ്റില്ല. അതാണ് ഇഷ്യൂ. പക്ഷെ എഴുത്തിന് അത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഷൂട്ടിംഗ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് പിന്നീട് നമ്മൾ എഴുത്ത് എന്നുള്ള പരിപാടി ഭയങ്കര പേഴ്സണൽ ആണ്, ഭയങ്കര ഇന്റിമേറ്റ് സ്പേസ് ആണ്. നമ്മളും നമ്മുടെ ഐഡിയാസ്, നമ്മുടെ തോട്ട്സ് മാത്രമുള്ള ഒരു സ്പേസ് ആണ്. അവിടെ ഇത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതിയല്ലേ? എന്താണ് ആൾക്കാർ സ്വീകരിക്കാന്ന് അറിയില്ല. ഞാനങ്ങനെ നോക്കാറില്ല. കഥ നമ്മളെ ഫാസിനേറ്റ്, അത് കഥ ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുമല്ലോ. ആ എക്സൈറ്റ്മെന്റ് കിട്ടിയാൽ ഞാൻ അതുകൊണ്ട് എഴുതി പോകും. നമുക്കിഷ്ടമുള്ള എഴുതുമ്പോ നമുക്ക് ഇഷ്ടാവുന്നുണ്ടോ നോക്കുക എന്നുള്ളതാണ് ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ലാസ്റ്റ് വേണമെങ്കിൽ നോക്കാം. എല്ലാം ഡ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കിയത് ഡിസ്കഷനിൽ നോക്കാം. സെക്കൻഡ് പേഴ്സൺ ഒപ്പീനിയൻ വരുമ്പോ നോക്കാം. ഇത് ഒരു സീൻ ഡെവലപ്പ് ആവണതിന് മുമ്പ് തന്നെ അത് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം, ബെറ്റർ ആകാം. പക്ഷെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സമയത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം ടു റൈറ്റ് എ സ്ക്രിപ്റ്റ്. ഈ പ്ലൂട്ടോന്റെ ഒക്കെ ഡിസൈനിൽ ഈ മുമ്പത്തെ സിനിമകളുടെ ഒരു ബാഗേജ് വരുന്നുണ്ടോ? കഴിഞ്ഞ നമ്മുടെ സിനിമകൾ തന്നെ ഏത് രീതിയിലൊക്കെ റിസീവ് ചെയ്തത്, അതൊക്കെ ഒരു ഫാക്ടർ ആവുന്നുണ്ടോ ഒരു ഡിസൈൻ പ്രോസസ്സിൽ? മുമ്പത്തെ സിനിമകളിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു, ഇത്രയും വർഷമായിട്ട് ഒരു മലയാള സിനിമയിൽ ഒരു പടത്തിൽ ഡാൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് അതിനു വേണ്ടി കുത്തിക്കേറ്റതല്ല കേട്ടോ. അങ്ങനെ ഒരു പാർട്ടി സീക്വൻസ് ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു. നമ്മളൊരു പക്ഷെ നമ്മളുടെ അൺടാപ്ഡ് ആയിട്ടുള്ള പല ഏരിയകളും ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മുമ്പത്തെ സിനിമകളുടെ ബാഗേജ് അല്ല, മുമ്പത്തെ സിനിമകളിൽ വർക്കായ ചില ഗ്യാരണ്ടീഡ് സാധനങ്ങൾ ഇതിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെന്റ് അല്ല, സോറി, റീയൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം കോമ്പിനേഷൻസ്. അപ്പോൾ ഞാൻ അജുവേട്ടൻ്റെ കൂടെ, അതായത് ഇപ്പം അൽത്താഫ് ഞാനും ഞങ്ങളുടെ കോമ്പിനേഷൻ ഇതിന്റെ പുതുമയാണ്. അതുകൊണ്ട് അവിടെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സാധനം ഞങ്ങളുടെ തമ്മിലുള്ള വേറെ രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ എത്താണ്. അത് ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിൽ പോലും അത് ആ ഇന്ററാക്ഷൻസ് ഗ്യാരണ്ടീഡ് ആണെന്ന് എൻ്റെ മനസ്സിൽ ഒരു സാധനമുണ്ട്. നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് വർക്കാവും എന്നുള്ളൊരു തോന്നലുണ്ട്. ബാഗേജ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത്. ഏറ്റവും എന്താ പറയാ, നമുക്ക് സെലബിൾ ആയിട്ടുള്ള എലമെന്റുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഹ്യൂമർ ആണെങ്കിൽ ഹ്യൂമർ ആവട്ടെ, അല്ലെങ്കിൽ അതിന്റെ മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് ആവട്ടെ, നമുക്ക് ഏറ്റവും കിടന്ന് വിളയാടാൻ പറ്റിയ സാധനങ്ങൾ ഇതിനകത്ത് കെയർഫുള്ളി പൊസിഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 30th അപ്പോൾ പ്ലൂട്ടോ റിലീസിന് ഒരുങ്ങുന്നത്. എനിക്ക് തീരുന്നതിന് മുന്നേ പ്ലൂട്ടോന്റെ ഒരു കോമിക് ബുക്കും കൂടെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോമിക് ബുക്കും കൂടെ തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്ന സ്പൈഡർമാൻ്റെ കൂടെ ക്ലാഷ് റിലീസ് ആണ് പ്ലൂട്ടോ. 30th 2/1 ഒരു ഡേറ്റ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും. പ്ലൂട്ടോ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു.